മലാക്ക കടലെടുക്കാണ്. ചൈനയുടെ 80% ഊർജ്ജ ഇറക്കുമതിയും ഈ വഴിയിലൂടെയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇത് എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനാകും. ഇത് മറികടക്കാനാണ് അവർ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ ഈ നിക്ഷേപങ്ങളെല്ലാം വെറും കടലാസ് തുണ്ടുകൾ മാത്രമാവും. സാമ്പത്തിക തകർച്ച എന്നത് ചൈനീസ് ഭരണകൂടത്തിൻ്റെ പതനം എന്നാണ് അർത്ഥം. നിങ്ങൾ സൈക്കോപാസ് എന്ന അനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഓരോ പൗരനെയും 24 മണിക്കൂർ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട്. സമാനമായ ഒരു അവസ്ഥയാണ് ഇന്ന് ചൈനയിൽ. 60 കോടിയിലധികം AI ക്യാമറകളിലൂടെ ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ജയിലായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നു. ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരെ വരെ മുൻകൂട്ടി കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജനതയെ ഇത്രയധികം അടിച്ചമർത്തപ്പെടുന്ന ഒരു രാജ്യം പുറമെ എത്ര ശക്തമായി അറിയിച്ചാലും ഉള്ളിൽ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. ഹോങ്കോങ്, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എല്ലായിടത്തും ചൈന അയൽക്കാരുമായി ഇതക്കെതിരാണ്. ഈ പ്രദേശങ്ങളിൽ പരാജയപ്പെട്ടാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കും. ചൈനീസ് ജനതയുടെ ഇടയിൽ പാർട്ടിയുടെ ഇമേജ് നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇവർ ഈ ദേശീയവാദം ഒരു മറയായി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തർക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അത് ചൈനയുടെ പതനത്തിന് തുടക്കമാകും. ഒടുവിൽ നമ്മുടെ ഭാരതം. ഹിമാചലിലെ 15,000 അടി ഉയരങ്ങളിൽ യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈനികർക്കുള്ള പരിചയം ചൈനയ്ക്കില്ല. ശ്വാസം കിട്ടാതെ സ്വന്തം സൈനികർ മലമുകളിൽ വീഴുന്നത് ചൈനയ്ക്ക് സഹിക്കാനാവില്ല. ഒപ്പം സുഹൃത്തായ പാകിസ്ഥാൻ്റെ അവസ്ഥ ചൈനയുടെ മുന്നിലുണ്ട്. ആഭ്യന്തര കലാപം ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നാൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ചൈനയെ പഠിപ്പിച്ചു. ചൈനയിൽ ഒരു യുദ്ധമുണ്ടായാൽ സമാനമായ അവസ്ഥയുണ്ടാകുമെന്ന് ഷി ജിൻപിങ് ഭയപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ചൈന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പീസ് ഡിസീസ്. 1979 വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ചൈന ഒരു വലിയ യുദ്ധം പോലും നേരിട്ടിട്ടില്ല. അത്യാധുനിക ആയുധങ്ങളുണ്ടെങ്കിലും ഒരു യഥാർത്ഥ യുദ്ധത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കുവാൻ അവരുടെ സൈനികർക്കോ കമാൻഡർമാർക്കോ അനുഭവ സമ്പത്തില്ല. വെറും പരേഡുകളിൽ മാത്രം ജയിക്കുന്ന ഒരു സൈന്യത്തിന് ആധുനിക യുദ്ധമുഖങ്ങൾ